നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ മുന്നേ കുറച്ച് വീഡിയോസ് ഇട്ടതിൽ ഏറ്റവും കൂടുതൽ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് വന്നേക്കുന്നത് വീഡിയോയ്ക്ക് സ്പീഡ് കൂടുതലാണ് പറഞ്ഞിട്ടാണ് കമൻറ്റുകൾ കൂടുതൽ വന്നേക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മേലെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാകും. ഇതിൽ 3 ഡോട്ട് കണ്ടില്ലേ, ആ 3 ഡോട്ട് കൊണ്ടതിൽ നമുക്കിതിൽ പ്ലേ ബാക്ക് സ്പീഡ് കൊണ്ടുവരുന്നുണ്ടാവും. ഇപ്പോൾ നോർമലിലേക്ക് എടുക്കേണ്ടത് എടുത്തു കഴിഞ്ഞാൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടാവും. 0.5 ഒക്കെ ഇട്ടിട്ട് കാണുക വെച്ചെങ്കിൽ എൻ്റെ വീഡിയോസ് 0.5 ഒക്കെ ഇട്ടിട്ട് കാണുക വെച്ചെങ്കിൽ ആ കറക്റ്റ് ടൂൾ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ജസ്റ്റ് കണ്ട് പോകുക വേണ്ട വെച്ചെങ്കിൽ നമുക്ക് നോർമലിൽ ഇട്ടിട്ട് കാണാം. അല്ലെങ്കിൽ ഇത് കണ്ട് പഠിക്കണം അങ്ങനത്തെ ആൾക്കാരാണ് കാണുന്നത് വെച്ചെങ്കിൽ ജസ്റ്റ് പ്ലേ ബാക്ക് സ്പീഡിൽ 0.5 ഇടുക എന്നിട്ട് കാണുക. അപ്പോൾ കറക്റ്റ് ടൂള് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യണമെന്ന് കറക്റ്റ് സ്ലോ മോഷനിൽ കാണാൻ പറ്റും, നമുക്ക് കണ്ട് പഠിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ നമുക്ക് വീഡിയോ സ്ലോ മോഷനിൽ ഇടാൻ എളുപ്പമല്ല. കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്യണത് 1 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ആ വീഡിയോ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിടുക പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് ഇപ്പോൾ സ്കിൻ കളർ ആഡ് ചെയ്തത് അത് കഴിഞ്ഞ് അടുത്ത ഭാഗം ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യുന്നത്, അടുത്ത ഭാഗമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഒരു വീഡിയോ ആക്കണത്. ഒരു 7 മിനിറ്റ് ചിലപ്പോൾ 12 മിനിറ്റ് ആക്കണത് 1 മണിക്കൂറിൻ്റെ വീഡിയോ. അപ്പോൾ അങ്ങനെ കണ്ട് പഠിക്കുന്ന ആഗ്രഹമുള്ളവർ ഇതുപോലെ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ വീഡിയോയുടെ മേലത്തെ 3 ഡോട്ട് ഇടുക, എന്നിട്ട് പ്ലേ ബാക്ക് സ്പീഡിൽ 0.5 ആക്കിയിട്ട് ഇടുക, എന്നിട്ട് കാണുക. അപ്പോൾ കറക്റ്റ് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യണത്, ലെയറൊക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെയാണ് ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യണത് ഒക്കെ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇത് പറയാനാണ് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അതുപോലെ കാണാൻ ശ്രമിക്കുക.